പാല് 750, ഗ്യാസ് സിലിണ്ടർ 450, കറണ്ട് ബില്ല് 400, പത്രം 180. ചെലവ് ഇപ്പം ഇങ്ങനെ പോയാൽ അയിലമത്തിയും വിറ്റാ പോരാ, സ്വർണ്ണമീൻ തന്നെ വെക്കേണ്ടി വരും. നല്ല ജയിലുണ്ട്. അമ്മയ്ക്ക് പ്രസവവേദന, മൂക്ക് വീണവായന എന്ന് പറഞ്ഞ പോലെ അന്റെ കഥ. ആർക്കാ പ്രസവവേദന? ഞമ്മൾ നിലവിളിന്ന് കേട്ടില്ലേലോ. അടുത്തന്നെ ഒരു കരച്ചിൽ ഈ കേക്കൂ. പള്ളയുണ്ടോ? ഡേ, ഒരു മാസത്തെ മിനിമം ചെലവാത്. ഇതുകൂടാതെ ലൊട്ടിലടക്ക ചെലവുകൾ വേറെ ഉണ്ട്. ഇങ്ങനെ പോയാലേ വണ്ടി കട്ടപ്പുറത്താവും. ഓ, അല്ലേലും നിങ്ങളെ വണ്ടി എമ്മൈറ്റി ആക്രിക്കടക്കാർക്ക് കൊടുക്കാനയക്കണ്. കട്ടപ്പുറത്താകുന്നതിന് മുമ്പ് അങ്ങ് കൊടുത്തേക്ക്. ആ വണ്ടി അല്ല, പിന്നെ നമ്മളെ ജീവിത വണ്ടി. അതിന്റെ കാര്യ പറഞ്ഞു. ഹോഞ്ച മുസക്കായെ രാവിലെ തന്നെ വലിയ വായിൽ വർത്താനം പറയണ്ട്. ദാ നിങ്ങൾ ഈ പർദ്ദം കണ്ട് നോക്കി. ഇതിന് വില എത്രയായി? 1500. 1500? പടച്ചോനെ, അത് നമ്മള് പറ്റുസത്തിൽ എഴുതിയില്ല. അത് നമ്മളെ കീശൻ അടിച്ചു മാറ്റിയാണല്ലേ കള്ളി പത്തോ. 1500 റുപ്യ തേച്ചുള്ള ഒരു കീസ കണ്ടെച്ചാലും മതി. നിങ്ങളെ കീസയിൽ 10 റുപ്യ തേച്ചുണ്ടാണ്ടേ. പിന്നെ അനക്ക് എവിടുന്ന ഈ പർദ്ദ കിട്ടിയായി? ഈ ഞാൻ അറിയേണ്ട എന്തെങ്കിലും പണിക്ക് പോകുന്നുണ്ടോ? അതിനാണ് നല്ല വർക്കത്തുള്ള മക്കൾ ഉണ്ടാവണമെന്ന് അറിയണേ. അനക്ക് ഞാൻ അറിയാത്ത വർക്കത്തുള്ള മക്കൾ എവിടെയുള്ളത്? നിങ്ങൾ അറിയണ മോൻ തന്നെ റിസ്വാനി. റിസ്മോനി. റിസ്വാനോ? ഈ പർദ്ദ വാങ്ങി തരാനോ? ഓ സ്കൂളിൽ പോവല്ലേ, അല്ലാണ്ട് വേറെ പണിക്ക് പോകുന്നുണ്ടോ? ഓന് പഠിത്തത്തോടൊപ്പം സൈഡ് ബിസിനസ് ഉണ്ട്. എന്ത് ബിസിനസ്? എന്താണെങ്കിലും നിങ്ങളെ മാതിരി നാർന്ന കച്ചവടല്ല. ഓ ന്യൂ ജനറേഷൻ അല്ലേ, പണിക്ക് പോകാണ്ട് പൈസ ഉണ്ടാക്കുന്ന കുട്ടികളാണോ ഓലൊക്കെ. ഞമ്മളെ കീശന്ന് അടിച്ചു മാറ്റിയതേക്കൂ. അല്ലെങ്കിൽ വീടിന്റെ ആധാരം എവിടെയാ നോക്ക്. ഓനത് പണയം വെച്ച് ലോൺ എടുത്തിട്ടുണ്ടാവും. മണ്ടേ, ഞമ്മളെ മോനെ പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അന്റെ മാത്രം മോനല്ലോ, ഞമ്മളെയും കൂടി മോനാ. ഓനെങ്ങനെയാ പൈസ കിട്ടുന്നതെന്നുള്ള ഒരു അന്വേഷണം നടത്താനുള്ള സമയം അയക്കണ്. നേരെ ചൊവ്വേ 4 പൈസ ഉണ്ടാക്കുന്ന ഓനങ്ങൾ ഒരു ബൈക്ക് ആക്കണ്ട. ഓനെന്തായാലും നിങ്ങളെ നക്കാപ്പിച്ച മീൻകച്ചവടം പഠിപ്പിക്കാൻ ഞമ്മള് സമ്മതിക്കൂല. അതല്ല പാത്തുവോ, നിങ്ങളേം പറയണ്ട. നാളെണ്ടല്ലോ മോനിക്ക് തോണ്ടി തെറിപ്പിക്കുന്ന ഫോൺ വാങ്ങി തരാന്ന് പറഞ്ഞിക്ക്. ആ നിങ്ങൾ നശിപ്പിക്കരുത്. മൊബൈലോ? നിങ്ങളോട് എത്ര കാലം ഞമ്മൾ പറയണേ, എന്നിട്ട് നിങ്ങൾ കേട്ടോ. ഇപ്പൊ എഞ്ച കാര്യമൊക്കെ നോക്കാൻ അഞ്ച മോനുണ്ട്. ന്യൂ ജനറേഷൻ റിസ്മോനി. ഇതിലെന്തോ തട്ടിപ്പുണ്ട് പാത്തോ. ഓനെടുന്ന കായ് ആ നിങ്ങൾ അറിഞ്ഞില്ല? ആ റൂമില് ഓൻ കായ് അടിക്കുന്ന ഒരു മിസ്സി വാങ്ങിക്കണ്. കമ്മട്ടോ, നിങ്ങളൊന്ന് പോയായിരുന്നീ. കണ്ടാൽ അറിയാത്തോനെ കൊണ്ടാൽ അറിയും പാത്തുവോ. നിങ്ങൾക്ക് സൂക്കേടാണ് മെച്ച. സ്വന്തം മോൻ നന്നാണ് നിങ്ങൾക്ക് പിടിക്കണില്ല. നിങ്ങള് മൂസൊന്നല്ല, പെരുന്തച്ഛനാ. MIT പെരുന്തച്ഛൻ. ഓഹോ, അപ്പൊ നമ്മള് പെരുന്തച്ഛനാണല്ലേ. കൊടുവാൾ അവിടെ, ഓന്റെ തല ഞാൻ കൊയ്യൂ. ഓച്ച മൂസക്കായി ഒന്ന് പതുക്കെ പറയേ. ഓൻ കിടന്നുറങ്ങാണ് ഇഞ്ച മോനി. ഇന്നലെ കൊറേ കഴിഞ്ഞിട്ട് 5 കുട്ടി വന്നേ. രാത്രി ഓന്റെ പരിപാടി എന്താ? അത് ഈ ചോദിച്ചിനെയോ? മൂസക്കായെ, ഓനിപ്പോഴും ചെറിയ കുട്ടിയൊന്നും അല്ല. ഓന് കൊറേ കമ്പനിക്കാരുണ്ട്. ഓലായിട്ട് വർത്താനം പറയാനുണ്ടാവും, സെക്കൻഡ് ഷോക്ക് പോകാനുണ്ടാവും, ആട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാനുണ്ടാവും. ഇതിലെന്തോ ചീഞ്ഞ് നാടുന്നുണ്ട് പാത്തുവോ. ഓ, അത് നിങ്ങളെ വായിക്കൂ. പോയി പല്ലിയേക്ക് മനസ്സാ. ഒരു മീൻകാരെ, നിങ്ങളെ മീനും നാടുന്നുണ്ട്. മത്തീന്റെ നറ്റായിട്ട് വന്നോളൂ. എന്തേക്കിപ്പോ എന്റെ സൈഡ് ബിസിനസ്? വിലയിലൊരു നിലയും വിലയില്ലാണ്ടായില്ല പഠിച്ചോനെ. ഉപ്പച്ചേ, ഉമ്മച്ചേ, നോക്കിങ്ങളെ ലഡു. എന്തിനപ്പ ലഡു ഒക്കെ? നിങ്ങൾക്ക് അപ്പം നിന്നാ പോരെ, കുയ്യ എണ്ണണോ? അതിന് അപ്പല്ലല്ലോ, ഇത് ലഡു അല്ലേ. ഇത് ആരെ ബൈക്കണ്ടത്? അന്നോട് ഞാൻ പറഞ്ഞില്ലേ കണ്ണി കണ്ട ചെക്കന്മാരെ ബൈക്ക് എടുത്ത് ഓടിക്കരുന്ന്. ധാരാൻ ബൈക്കല്ല, ഞാൻ വാങ്ങിയ ബൈക്കാ. ഈ ബൈക്ക് വാങ്ങി നമ്മളറിഞ്ഞില്ലല്ലോ. നിങ്ങൾ പറഞ്ഞില്ലേ, അത്രയും അറിഞ്ഞാ മതി. നിങ്ങൾ അറിഞ്ഞിട്ട് എന്തേത്തിനാ ഓ ബൈക്ക് വാങ്ങണ മുടക്കാനാ? റിസ്വാൻ എവിടുന്നാണ്ടി ബൈക്ക് വാങ്ങാൻ കായി? ഹോ, തുടങ്ങിയല്ലോ മുസക്കയ്യങ്ങള്. ഒരു നല്ല കാര്യം ഓൻ ചെയ്തിട്ട് അതിന് കുറ്റം പറയല്ലാണ്ട് ഒരു 2 നല്ല വാക്കങ്ങൾ പറയണ്ടേലോ. അങ്ങനെ പറഞ്ഞു കൊടുക്കും മെച്ചങ്ങള്. ചോദിച്ചതിന് ഉരുണ്ട് കളിക്കേണ്ട മറുപടി പറയടാ. ഈ പുൾസർ ബൈക്ക് വാങ്ങാൻ എനിക്ക് എവിടുന്ന കായ് കിട്ടിയേ? മര്യാദക്ക് പറയടാ. നിങ്ങൾ ആദ്യം മര്യാദക്കിന്റെ പേര് പറഞ്ഞു പഠിക്ക്. പുൾസർ അല്ല, പൾസറാ. എന്തായാലും ശരി, എല്ലാം കൂടി കൊത്തി നുറുക്കി ഞാൻ കിണറ്റ് കൊണ്ടിടൂ. അതിന് മുന്നേ കൊണ്ട് പറഞ്ഞായി. എന്റെ ഉപ്പച്ചി ഇത് അടവാണ്. അത് ഞമ്മക്കറിയാം. അന്റെ അടുത്ത് കൊറേ അടവുണ്ടെന്ന് ഞമ്മക്കറിയാം. എന്തടവാണ്ടത്? മൂസക്കായെ, ഓൻ അടവിന് വാങ്ങിയ ബൈക്കാണിത്. ഓ നിങ്ങളിൽ ലേസ സ്വൈര്യം കൊടുക്കി. അടവിന് വാങ്ങിയാണെങ്കിലും അടവിന്റെ കായ് ആരടയ്ക്കും? ഈ കുടുംബം ഉന്തിത്തള്ളി എങ്ങനെയാ മുന്നോട്ട് പോകണമെന്ന് ഞമ്മക്കറിയുള്ളൂ.
അതിന്റെ അവിടെ ഉപ്പച്ചി വെക്കണ്ട, ഞാൻ വെച്ചോളൂ. അത് പ്രശ്നമാണ്, അത് നമ്മൾ സമ്മതിക്കൂല. ഇത് നല്ല തമാശ. നയിക്കുന്ന പൈസ ഇട്ട് കൊടുക്കയില്ല, അത് വെക്കാനോ തയ്യാറുമാണ്. പിന്നെ ഇങ്ങക്ക് എന്തേ താമസക്കായ പ്രശ്നോ? നയ്യിട്ട് തിന്നിയില്ല, പയ്യനിട്ട് തീറ്റിക്കല്ലെന്ന് പറഞ്ഞോണ്ട് ആയല്ലോ. ഇത് പയ്യന്റെ നായിന്റെ കാര്യമല്ല പാത്തു. സ്കൂളിൽ പഠിക്കുന്ന റിസ്വാൻ എങ്ങനെ ബൈക്ക് പഠിക്കുക? അത് പോട്ടെ, ഓന് ലൈസൻസ് എടുക്കാനുള്ള പ്രായമായോ? ഓ എന്റെ മുസക്കായ, ഓൻ 8ലും 9ലും ഒക്കെ 2-3 കൊല്ലം കുത്തിരില്ലേ? ആണോ? അങ്ങനെയാണെങ്കിൽ ഓനെ കല്യാണം കൂടിയാണ് നടത്തിക്കൊണ്ടിരിക്കുക സ്കൂളിൽ പഠിക്കുമ്പോ. എനിക്ക് നാണാ. കല്യാണം കഴിക്കണ് മര്യാദക്ക് എനിക്ക് ബൈക്ക് പഠിച്ചെന്ന് ആരാന്ന് പറഞ്ഞോ? ഇതിന്റെ അടവടയ്ക്കുള്ള പൈസ എനിക്ക് എവിടെ നിന്നാണ് കിട്ടുകയെന്ന് പറഞ്ഞോ? അതറിയാണ്ട് അന്നെ നമ്മൾ ഇവിടുന്ന് വിടൂല റിസ്വാനെ. ഉപ്പച്ചേ കൊളറന്ന് കൈയെടുക്ക്. തമാശക്കെ തമാശ. നിങ്ങക്ക് ലഡുവാണെങ്കിൽ തൊള്ളയിലേക്ക് കുത്തിക്കരിക്കോ? എനിക്ക് പറ്റി കുറച്ച് പണിയുള്ളതാ. ഓൻ പറഞ്ഞിട്ടോ ഈ തർക്കുത്തരവ്? ഓന്റെ ഉപ്പയല്ല ഞാൻ. നിങ്ങള് മാണ്ട കാര്യത്തിൽ മാത്രം ഇടപെട്ടാ മതി. ഓന്റെ ചൊടുപ്പ് വാങ്ങാൻ ഞമ്മളില്ല. അടുത്ത മാസം ഉണ്ടല്ലോ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങി തരാന്ന് കിഞ്ച മോനി. ഞാൻ ഓന്റെ അടിമ. ഇതൊക്കെ വാങ്ങാനുള്ള പൈസ ഓനെടുന്ന് ഉണ്ടാക്കണം നീ ചിന്തിച്ചിട്ടുണ്ടോ? എന്താ ഓന്റെ വരുമാനോ? അടക്കാണെങ്കിൽ മടിയിൽ വെക്ക, അടക്കം അറിയാലും എത്തിക്കൂ. തളപ്പെട്ട് കേറി പറിക്കണോ? ഓ ഞാൻ നരിക്കുന്ന എന്റെ ഉപ്പനെ കൊണ്ട് വിളിച്ചാ കേറായി. ഓ എന്ത് പറഞ്ഞാലും ഉപ്പനൊരു പറച്ചില്. പൊറക്കാർക്ക് നേരെ തൊളക്കാൻ നടന്നോളൂ ഇങ്ങള്. മാവോയിസ്റ്റുകൾ ആക്രമണം തുടങ്ങി. ഈ ആക്രമണമൊക്കെ കേരളത്തിൽ ഉണ്ടായില്ല. റിസ്വാനെ, ആ പത്രം കൊണ്ടടാ. ഞാൻ വായിക്കുന്നുണ്ടൂടെ. അതിന് ഈ എപ്പോഴാ പത്രം വായിക്കാൻ തുടങ്ങി? എനിക്ക് അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ അറിയടാ. തമാശ ഒന്നും വേണ്ട, സത്യങ്ങൾ തമാശക്കൊന്നും എനിക്കിഷ്ടല്ല. എന്നാ പിന്നെ പത്രം കൊണ്ടടോ. എന്തേത് അവിടെ ഒരു പ്രശ്നോ? ഓൻ ആദ്യം പത്രം വായിച്ചാൽ എന്തേത് ആകാശം ഇടിഞ്ഞു. റിസ്വാനെ ഈ വായിച്ചിട്ട് കൊടുത്താ മതി, അതിനുള്ള അവകാശം വരെ ഉണ്ട്. പത്രം വായിക്കാൻ അധികാരോ? അതെന്താ പത്തുവോ? ഒരു കൊല്ലത്തേക്കുള്ള പത്രത്തിന്റെ മുഴുവൻ പൈസ റിസ്വാൻ കൊടുത്തുക്ക്. കഴിഞ്ഞ 2 മാസത്തെ നിങ്ങൾ കൊടുക്കാനുള്ള പറ്റില്ലൈനോ, അതും ഇഞ്ച മോനാ കൊടുത്ത്. അതിന് ഇവന്റെ അടുത്ത് ഇതിനകത്ത് പൈസ എടിയാണ്. ഉപ്പ അതെ, എനിക്കൊരു 1000 റുപ്യ വേണേ. എന്തിനാ അത്? സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നുണ്ട്. എന്റെ റസിയ പഠിക്കണ പോരാണ്ട് ഇനി ടൂറിന് പോയിട്ടും പഠിക്കാൻ നിൽക്കുകയാണ്. നോക്ക്, ഉപ്പം മാസം ഭയങ്കര ടൈറ്റിലാ. അതുകൊണ്ട് അടുത്ത കൊല്ലം നമുക്ക് ഇൻഷാല്ലാ ടൂറിന് പോവാം. അല്ലേ, നിങ്ങൾക്ക് എപ്പോഴാണ് ഒന്ന് ടൈറ്റ് കഴിഞ്ഞ നേരല്ലേ? ഏത് സമയത്തും നിങ്ങൾ ടൈറ്റ് ആണല്ലോ, സ്വഭാവത്തിൽ മുഴുവൻ ലൂസു. ഇത്താത്ത അനക്ക് എത്ര പൈസയാ വേണ്ടത്? 1000 റുപ്യ. 1000 റുപ്പീസ് ഓൺലി. എന്നാ ഒരു 2000 റുപ്പീസ്. ബാക്കി പൈസക്ക് ഇനി അടിച്ചു പൊളിച്ചോ. ഞാനല്ലല്ലോ ഉപ്പിയാണെന്ന് പറഞ്ഞു നടക്കാൻ. നിങ്ങൾ ഈ പത്രം വായിച്ച് ഇവിടെ കുത്തുന്നോളി, അതാണ് നിങ്ങൾക്ക് ഇതല്ലേ. നയാ പൈസന്റെ ഉപകാരമില്ലാത്തൊരു മനുഷ്യ. റിസ്മോനെ യാത്രക്ക് വാ. ഉപ്പച്ചിന്റെ കൂടെ കുത്തുന്ന ഈ ഏർപ്പാളിയായി പോട്ടോ. ഉമ്മച്ചി ഗോംബ്ലേം കലക്കി തരാം. ആയിക്കോട്ടെ ഉപ്പച്ചിയെ, നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ ആ ചരമകളൊക്കെ നല്ലോണം വായിച്ചു നോക്കിക്കൊള്ളട്ടോ. റിസ്വാനെ ഈ മിണ്ടണ്ട, ഉമ്മച്ചി കലക്കി തരാം. ഗോംബ്ലേനാ മാണ്ടി അല്ലേ ബൂസ്റ്റോ? മോൻ ആരോഗ്യം കിട്ടണ ഏതാ? ബൂസ്റ്റ് കലക്കി തരാം. പട്ടേരി എന്നാലും എന്തൊക്കെയോ എന്റെ സൈഡ് ബിസിനസ്. പാത്തുവോ പാത്തുവോ, ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്തോ. മാണെങ്കിൽ അടുക്കളയിൽ വന്ന് കാച്ചി കുടിച്ചോളി. ഞാൻ ഇഞ്ച മോന് ബൂസ്റ്റ് കലക്കുക. കലക്കി കൊടുക്കടി. ഈ കുടിച്ചോ മോനെ, അള്ള നിറച്ചും കുടിച്ചോ. എന്തേതാ മാണ്ടിയേ? അല്ല ലഡു മാണോ മോനെ? വേണ്ട മച്ചിയെ, 2 ബിസ്ക്കറ്റ് കൂടി കഴിക്ക്. കോഴിമുട്ട തിന്നി, മഞ്ഞയും കൂടി കൂട്ടി. പണത്തിന്റെ മീത പരുന്തും പറക്കൂലെന്ന് പറഞ്ഞത് ശരിക്കും മനസ്സിലായി. 4 എടുത്ത് തിന്നു മോനെ. മോനെ കാടമുട്ട പുഴുങ്ങിയ 10 തിന്നു. ഞാൻ തിന്നാ. ആരുമില്ല ഇവിടെ? ഹലോ, ആ വീട് പണി പകുതി നിന്നുപോയി. അതിന് നമ്മൾ പറഞ്ഞിട്ട് ഞങ്ങൾ വീട് പണി തുടങ്ങി. അതല്ല, സമാധാനം. പണിക്കാരെ പിറകെ നടന്ന് ചെരുപ്പ് തേഞ്ഞു പോയി. എന്നിട്ട് നിങ്ങൾ പുതിയ ചെരുപ്പ് വാങ്ങിയില്ലേ? 2-3 ചെരുപ്പ് മാറുമ്പോഴേക്കും പണിക്കാരെ കിട്ടി. പിന്നെന്താ പ്രശ്നം? പണി തുടങ്ങിക്കോളി. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴല്ലേ അടുത്ത പണി കിട്ടിയേ? കിട്ടും. വീട് പണി തുടങ്ങിയാൽ പണി കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ വീട് പണി അടുപ്പിക്കാത്തത്. അല്ല, ആരെങ്ങൾക്ക് പണി തന്നത്? പൂഴി പൂയോ? സ്വർണ്ണത്തിന് എത്ര ഡിമാൻഡില്ല, കുറച്ച് സംഘടിപ്പിച്ച് തരാൻ പറ്റുമോ? അതെ, ഇത് MAT മൂസന്റെ വീടാ. ഞമ്മക്ക് മീൻ കച്ചവടാണ്, അല്ലാണ്ട് പൂയി കച്ചവടമല്ല. കുട്ടേട്ടാ, ആടെയല്ലേ വിടിയാണ് ഞാൻ അങ്ങോട്ട്.
നിങ്ങൾ കൊണ്ടേരി ഒരു കാര്യം പറയട്ടെ. മോനെ അന്നെ കാണാനാ പണിക്കാര് പറഞ്ഞേ. ഒരു 3 ലോഡ് പൊടി വേണ്ടി വരും. ആ കമ്പൊക്കെ ശരിയാക്കാൻ നിങ്ങളത് ചൊളയിട്. പൈസയൊക്കെ ഇറക്കാം. സാധനം കിട്ടുമോ? നിങ്ങൾ വൈ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ട് സുഖമായിട്ട് പൊരപ്പോയി കിടന്നുറങ്ങിക്കോളി. രാവിലെ ഉണന്ന് നോക്കുമ്പോഴേക്കും പൂയി നിങ്ങളെ മുറ്റത്തുണ്ടാവും. അതിപ്പോ എത്ര വേണ്ടി വരും? ഇങ്ങക്ക് ഞാൻ ഇത് പറഞ്ഞുതരാം. നിങ്ങൾ എടുക്കി നമുക്ക് നോക്കാലോ. 3 ലോഡ് പൂയൊക്കെ അല്ലേ? അത് മതിയാവും അല്ലേ? 3000 രൂപയ്ക്ക് അല്ലേ? ഒരു കാര്യം ചെയ്, ഇതടാ ചോളി. എന്നിട്ട് വേറെ ആരെ പൂയ്ക്ക് പറഞ്ഞോളി. എനിക്ക് വേണ്ട. നിങ്ങൾ എടുക്കി. പൈസ ഒക്കെ കൊണ്ടുവച്ചിട്ടാണ്. ഇതെന്താണ്? ഇതന്നെ കുറവാണല്ലോ. ചതിക്കല്ലേ? ചതിക്കല്ലേ? എന്ത് ചതിക്കല്ലേ? പൂക്കൊക്കെ ഭയങ്കര പൈസ. ചതിക്കല്ലേ? 1 2 അല്ല ഇതെന്താ ഏർപ്പാട്? കൊല്ലാക്കൊല ആവശ്യക്കാരായി പോയില്ലേ? ഇങ്ങനെ കഴുത്തിറക്കരുത് ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ? ഉപ്പയാണ് ഉപ്പ. പൂഴി പോലെ എത്തിയാ മതിയായിരുന്നു. ഇതെന്തവൻ ആയിരങ്ങളൊക്കെ ഇടപാട്? നമ്മൾ തന്നെ 1000ന്റെ നോട്ട് കണ്ടിട്ട് കുറെ കാലായി. അല്ല മൂസ, നിനക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ. ക്ഷീണിക്കുമ്പോ അല്ലേട്ടാ, അതല്ലേ ഇപ്പത്തെ കാലോ. ഞമ്മക്ക് പെരയിലിപ്പോ ഒരു കുഞ്ഞമ്മത്തിന്റെ വില പോലും ഇല്ല. അതെന്തിപ്പ അങ്ങനെ? ഒരു വലിയ കൊമ്പൻ സ്രാവ് വന്നിട്ട് ഞമ്മളങ്ങോട്ട് വീങ്ങി. അതാരാ? റിസ്വാൻ. ഇപ്പം ഞമ്മക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എടുത്തു തിന്നണം. പാത്തുവിൻ്റെ മക്കളെ മുമ്പിൽ നമ്മളൊരു പട്ടീനെ പോലെയാ. നീ തെളിച്ചു പറഞ്ഞ മൂസ. റിസ്വാനാണ് ഇപ്പോൾ വീട് ഭരിക്കുന്നത്. ഓൻ്റെ കയ്യിൽ കണ്ടമാനം പൈസയാ. അത് എവിടുന്നാ വരുന്നതെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടി കിട്ടുന്നില്ല. അതിൽ പാത്തും റസിയായിട്ട് വീണിക്കണം. ഓന് ബൈക്കുണ്ടോ? ആ ബൈക്കുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പുതിയ ബൈക്ക് മേടിച്ചിക്കണോ. നമ്മളെ M8ൻ്റെ അടവ് നമ്മൾ ഇത്രയും കാലമായിട്ട് അടച്ചു തീർത്തില്ല. റിസ്വാൻ എവിടുന്ന ഇതിനകത്തിന് കായ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവാത്തത്. മൂസ, ഇപ്പൊ അവനെ പിടിച്ചാൽ നിനക്ക് അവനെ കിട്ടും, അല്ലെങ്കിൽ കൈവിട്ടു പോവും. അപ്പോൾ അവൻ്റെ പരിപാടി എന്താ ബാലേട്ടാ? എന്തായാലും നേരായ വഴിക്കല്ല അവന്റെ ഈ പണം വരുന്നത്. ഇപ്പൊ നാട്ടിലെ പല വഴിവിട്ട പരിപാടിക്കും റിസ്വാന്റെ അത്ര പ്രായമുള്ള പിള്ളേരെ ഉപയോഗിക്കുന്നത്. അവരെ ആവുമ്പോ ആരും തെറ്റിദ്ധരിക്കില്ലല്ലോ. ഇവന്മാരെ തള്ളിയിടാൻ ആദ്യം ഒരു ബൈക്കും കീശ നിറയെ കാശും നൽകും. അതായി മാഫിയയുടെ പരിപാടി. ബാലേട്ടാ, സത്യത്തിൽ നമുക്ക് പേടിയാവുന്നുണ്ട്. ഏതാണ് ഈ മാഫിയ? അത് ഏതോ ആ മൂസ. കുഴൽപ്പണം, തീവ്രവാദം, കളവ്, പിടിച്ചുപറി, അങ്ങനെ ഏതും. ഇതിനൊക്കെ ഇപ്രായക്കാരെ ഉപയോഗിക്കുന്നത്. ബാലേട്ടാ, ഇന്ന് രണ്ടിലൊന്നും നമ്മൾ അറിയും. ഓന്റെ ഉപ്പ നമ്മളാണെങ്കിൽ ഓനെ നേർവഴിക്ക് നടത്താൻ പറ്റുമെന്ന് നമ്മളൊന്ന് നോക്കട്ടെ. ദേഷ്യപ്പെടൊന്നും വേണ്ട മൂസ. ഇപ്പോഴത്തെ പിള്ളേരാ, ഒന്ന് മയത്തിലൊക്കെ മതി. ഞാൻ കാണട്ടെ. പോട്ടെന്നാല്. ഓ മായച്ചേട്ടാ, പോലീസുകാർ ഉമ്മളോടാണോ കളിക്കുന്നത്? മായച്ചേട്ടാ നടക്കുവോ? പിന്നെ അല്ല. ധാരക്കത് 10 മുഖപരിചയമില്ലാത്ത ആൾക്കാര്. മുസക്കായി, ഇതൊക്കെ റിസ്വാന്റെ കൂട്ടുകാരാ. അപ്പൊ നിങ്ങളവന്റെ ചെങ്ങായിമാരില്ലേ? നിങ്ങളൊക്കെ കാണാൻ വേണ്ടി നിൽക്കേനെ ഞമ്മള്. നിങ്ങൾ ഇപ്പൊ കൂടെ സ്കൂളിൽ പഠിക്കണവരാ? ഞാൻ സ്കൂൾ പഠിച്ചില്ല. ഞാൻ ആ ടൈപ്പും അല്ല. നിങ്ങളെ പേര്? ഞാൻ ടിപ്പർ ജോസ്. ഇത് പൂഴി മഹേഷ്. ഓ, നിങ്ങളെ പറ്റി നമ്മൾ ഒരുപാട് കേട്ടിക്കണം. ഈ പൂയി സ്വർണത്തിന് വിലക്ക് വിൽക്കുന്ന ആൾക്കാരല്ലേ നിങ്ങള്? കണ്ടേല് വലിയ സന്തോഷം. ടിപ്പറിലേ രാത്രി പൂയായിട്ട് പറപ്പിക്കുന്ന പണിയാ ജോസിന്. അപ്പൊ ഈ റിസ്വാന്റെ പണി എന്താണ് നമുക്ക് മനസ്സിലാവുന്നില്ല. ധൈര്യമായിട്ട് പറഞ്ഞോളി. അല്ല, ഓനാണ് ഇപ്പൊ കുടുംബം നോക്കണതേ. നിങ്ങൾ പൊരേ കയറി വരുന്നല്ലോ അപമാനിക്കാ. ഈ ഒരു അക്ഷരം മിണ്ടരുത്. അന്നെ നാവ് നമ്മൾ അറിഞ്ഞാളൂ. പൂഴിക്ക് എസ്കോട്ട് പോകാനാണ് റിസ്വാന്റെ പടി. പിന്നെ ഓനാണ് കച്ചവടം പിടിക്കുന്നത്. പാത്തുവോ, ഇപ്പൊ മനസ്സിലായോ റിസ്വാൻ രാത്രി എങ്ങോട്ടാ പോണെന്ന്? പൂയി കള്ളക്കടത്തിന്. വഴിയിലെങ്ങനെ പോലീസ് ഉണ്ടോ നോക്കലാണോ ഓന്റെ പണി. അവിടുന്ന് ഉണ്ടാക്കുന്ന കള്ളപ്പൈസ കൊണ്ടാണ് ഓൻ വീട് നോക്കണത്. അത് പടച്ചോൻ പൊറുക്കൂല പാത്തുവോ. മാഷേട്ടാ സോറി ട്ടോ, ഉപ്പച്ചക്ക് വിവരം അറിഞ്ഞിട്ടാട്ടോ. ടിപ്പറും പൂയൊക്കെ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിക്കൊള്ളണം. അല്ലേ 8 പൊട്ടും തിരിയാത്ത ചെക്കനെ വട്ടിലാക്കല നിങ്ങളെ പണി. കാണിച്ചെല്ലാത്തിന് കേട്ടോ. ഞങ്ങളോട് കളിക്കരുത്. റിസ്വാന്റെ ഉപ്പയുണ്ട് ഇപ്പൊ വെറുതെ. അല്ലെങ്കിൽ ഈ ഒലത്തു അകത്തു പോ. എനിക്കുപ്പച്ചിന്റെ നക്കാപ്പിച്ചൊന്നും വേണ്ട. ഞാൻ പോവാൻ നോക്കുക. ഓൻ പോവുകയാണെ പോട്ടെ പാത്തുവോ. ഓൻ ഒരിക്കലും ലോകം തിരിയും. ഇപ്പൊ ഞമ്മള് പറഞ്ഞ ഓന് മനസ്സിലാവൂല. അത് ഓന്റെ പ്രായത്തിന്റെ കുഴപ്പാ. ഹിമാർ ഇങ്ങോട്ട് വരട്ടെ. ആരുല്ലേ ഫോണൊന്ന് എടുക്കാന്?
ഹലോ ആരാണ്? റിസ്വാനെ പോലീസ് പിടിച്ചെന്നോ? എപ്പോ? ഏടുന്നീ? ലോക്കപ്പിലോ? ഓച്ച പഠിച്ചോനെ തലയിട്ട് തിരിയുടെ മുസക്കായേ. എന്തായി? മുസക്കായ ഇങ്ങോട്ട് വരീ. എന്തായി? എന്തേനി പത്തോ? ദാ റിസ്വാനെ പോലീസ് പിടിച്ചേന്ന്. ആണോ? എപ്പോഴേ സംഭവം? ഇപ്പൊ ന്യൂസ് ഉണ്ടാവോ? എന്റെ നമുക്ക് ലൈവായിട്ട് കാണാലോ. സ്വന്തം മോനെ പോലീസ് പിടിച്ചത് ടിവിയിൽ കണ്ട് ആസ്വദിക്കാന്ന് പറയണ ആദ്യ തുപ്പങ്ങളയക്കൂ. എന്നാ ടി വി വെക്കണ്ട, നാളെ പത്രം വരട്ടെ, നമുക്ക് വായിക്കാം. എന്താണ് മുസക്കായി നിങ്ങൾ പറയണേ? നിങ്ങളൊരു മനുഷ്യനാണോ മനുഷ്യ? എന്താ എനിക്ക് സംശയമുണ്ടോ? ദാ ഞമ്മളെ മോനല്ലേ പോലീസ് സ്റ്റേഷനിലായത്. ഒന്ന് പോയിട്ട് ഇറക്കി കൊണ്ടുപോരു മുസക്കായി. വെറുതെ റോട്ടിൽ കൂടെ നടന്നു പോകുന്നവനെ ഒരിക്കലും പോലീസുകാർ സ്റ്റേഷനിൽ കൊണ്ടുപോകില്ല. അതിന്റെ പിന്നിൽ തക്കതായ കാരണങ്ങളുണ്ടാവും. കാരണം എന്തേ താണെന്ന് ആടെ ചെന്നൊന്ന് അന്വേഷിച്ചൂടെ നിങ്ങക്ക്? അല്ലാണ്ട് ഇവിടുത്തെ മനസ്സിലാവോ? ഞമ്മക്ക് മനസ്സിലാവും. പൂയി കള്ളക്കടത്തിന് എസ്കോട്ട് പോലാണ് എന്റെ മോന്റെ പണി. എന്തിനാ പോലീസ് പിടിച്ചെന്ന് അന്നെപ്പോലത്തെ മന്ദബുദ്ധികൾക്കൊഴികെ എല്ലാവർക്കും മനസ്സിലാവും. ഒന്നും പറഞ്ഞു നിൽക്കാനുള്ള സമയം ഇതല്ല മുസക്കായി. ഓ ഞമ്മളെ മോനല്ലേ. അതന്നെയാണ് അന്നോട് ഞമ്മക്കും പറയാറുള്ളത്. ഓ ഞമ്മളെ മോനാ. അപ്പോ ഓൻ വേണ്ടാത്ത കൂട്ടുകെട്ടിൽ ചെല്ലുമ്പോ ഇയല്ലോനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. അതാണ് ഒരു ഉമ്മ ചെയ്യേണ്ട കടമ. നിങ്ങൾ വയലിൽ പറഞ്ഞു നിൽക്കാണ്ടൊന്ന് ചെല്ലി മുസക്കായി. ഒരീസേ ഓൻ അതിൻ്റെ അകത്ത് കിടക്കട്ടെ. എന്നാലേ ഉപ്പാന്റെ ഉമ്മാന്റെയും കൂടെ പെരേ കിടക്കണേന്റെയും ജയിലിൽ കിടക്കണേന്റെയും വ്യത്യാസവും ഓന് മനസ്സിലാവുള്ളൂ. പത്തുവോ പഠിക്കണ ഓന്റെ കയ്യിൽ കായ് വന്നപ്പോ ഈ പൈസ നോക്കി. അതെങ്ങനെ വന്നു നീ നോക്കിയില്ല. അന്റെ കണ്ണിന്റെ ഈ മഞ്ഞളിപ്പാണ് ഓൻ ഈ അവസ്ഥയിലേക്ക് എത്തിച്ച്. ഞമ്മളോട് പൊറുക്കി മുസക്കായി. ഒന്നെടുത്ത് നോക്കി ആരാന്ന്? ഹലോ ഹലോ, MIT മൂസയാണോ? ആ MIT മൂസയാണ്. നിങ്ങളെ മോൻ റിസ്വാനെ മണല് കടത്തി ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആക്കെ നമ്മൾ അറിഞ്ഞേക്കണ്. എന്താ വേണ്ട ചെങ്ങൾ നോക്കിക്കോളി. നിയമം അതിന്റെ വൈക്ക് അടക്കട്ടെ. നിങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം മൂസ. എന്റെ ഭാര്യ നിങ്ങളെ കുറിച്ച് പറയാറുണ്ട്. മീൻ വിൽക്കുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന മര്യാദ അവൾ എപ്പോഴും പറയാറുണ്ട്. കച്ചവടത്തിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഇതുവരെ ആരെയും പറ്റിച്ചിട്ടില്ല സാറേ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. ഇന്നലെ രാത്രി തുടങ്ങിയ കരച്ചില. പിന്നെ അവൻ ലോക്കപ്പ് മൂത്രമൊഴിക്കുകയും ചെയ്തു. ഞാൻ അവന്റെ പേരിൽ കേസും ചാർജ് ചെയ്തിട്ടില്ല. മൂസയ്ക്ക് അവനെ ഒന്ന് കൊണ്ടുപോവാം. നിങ്ങൾ ഓന്റെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കൂ. എന്നടോ? ഹലോ ഉപ്പച്ചിയേ. നാട്ടിൽ ഇനിയും പോയണ്ട്. വെള്ളത്തിനടിയിൽ പൂയുണ്ട്. ഒരു ബൈക്കും ഇത്തിരി പൈസയും കിട്ടിയാല് ഈ പൊയനല്ല അന്റെ ഉപ്പാനെ വരെ ഈ തൂക്കി വിൽക്കടാ. ഉപ്പച്ചി ഞാനെല്ലാം നിർത്തി, എന്നോട് ക്ഷമിക്കണോ? നല്ലോണാണെങ്കിൽ ഈ ഇങ്ങോട്ട് വന്നാ മതി. അന്റെ പുൾസർ ബൈക്കില്ലേ അത് തന്നോന് കൊടുത്തിട്ട് എന്നും മകരിമിന് മുമ്പ് വീട്ടിൽ കയറിയിട്ട് 2 അക്ഷരം പഠിച്ചിട്ട് MIT മൂസന്റെ മോനായിട്ട് ജീവിക്കാൻ പറ്റെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാ മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്റ്റേഷനിൽ വരാൻ അന്നെ കൊണ്ടുവരേ. ഉപ്പച്ചി 1000 പ്രാവശ്യം പറ്റും. നിങ്ങൾ വേഗം വരി. ഞമ്മൾ നിങ്ങളെ മോൻ തന്നെയാ. ഇനിയൊരു തെറ്റും ചെയ്യൂല. ഉറപ്പാണല്ലോ? ആ ഉറപ്പാണ്. വെക്കട്ടല്ലേ? ആ ഇപ്പോഴാണ് നമ്മളെ മോൻ MIT മൂസന്റെ മോനായത്. ചിരിക്കടി. നിങ്ങൾ വേഗം പോയിട്ട് മോനെ കൂട്ടിക്കൊണ്ടുവരും.